നമസ്കാരം. ഭാരതവും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം അല്ലെങ്കിൽ തർക്കങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല. നിരവധി സമയത്ത് വലിയ ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് ചൈനയുമായി ബന്ധപ്പെട്ട ഇതുപോലെ ഒരു വിഷയം വീണ്ടും ചർച്ചകളിൽ പൊന്തി വന്നു. അതായത് അപ്പർ സുബാൻസിരി ജില്ലയിൽ, അരുണാചൽ പ്രദേശിൻ്റെ അപ്പർ സുബാൻസരി, വടക്കൻ സുബാൻസരി മേഖലയിൽ, താക്സിംഗ് മേഖലയിൽ ചൈന വീണ്ടും കടന്നുകയറ്റം നടത്തുന്നു, അവിടെ ഗ്രാമങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ. റിപ്പോർട്ടിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കാം. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധ വന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ചൈനയുമായി ബന്ധപ്പെട്ട ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് എന്ത് വാർത്ത വന്നാലും ആദ്യം ചാടി വീഴുന്നത് രാഹുൽ ഗാന്ധിയാണ്. തൊട്ടു പിന്നാലെ കോൺഗ്രസ്സിലെ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തുകയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ പോലെയല്ല, BJPയുടെ മോദി സർക്കാരിൻ്റെ ചൈനീസ് പോളിസി എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണ് എന്നാണ് രാഹുൽ ഗാന്ധി എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നിരവധി തവണ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട്, അതായത് താക്സിംഗ് മേഖലയിൽ ഒന്നല്ല 2 വലിയ ഗ്രാമങ്ങൾ തന്നെ ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭാരതത്തിൻ്റെ അരുണാചൽ പ്രദേശിനകത്താണ് എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണമാകട്ടെ ഏതെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസീസോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളോ കൊണ്ടുവന്നതല്ല. നാ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ട്രൈബൽ സംഘടനയുടെ അവരുടെ ആരോപണമാണ്, അല്ലെങ്കിൽ അവരുടെ പരാതിയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ആടുകളെയും മാടുകളെയും ഒക്കെ അവിടെ മേയ്ക്കുന്ന സ്ഥലമായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല, അത് നമ്മുടെ ഏരിയയാണ്, ഭാരതത്തിൻ്റെ ഭാഗമാണ്, അവിടെയാണ് ഇപ്പോൾ ചൈന ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ആരോപണം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇത് പുതിയ കാര്യമൊന്നുമല്ല. 2021 മുതൽ ചൈന ഇങ്ങനെ ഭാരതത്തിനുള്ളിൽ ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നു, ഭാരതത്തിനുള്ളിൽ റോഡുകൾ ഉണ്ടാക്കുന്നു, ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഏതാണ്ട് 400ഓളം വില്ലേജസ് അതിർത്തി പ്രദേശത്ത് ചൈന ഉണ്ടാക്കി എന്നുള്ള ആരോപണമുണ്ട്. ഈ സമയത്തൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി, വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. ഇനി ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈന്യം ആദ്യം തന്നെ അത് നിഷേധിച്ചു, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം അരുണാചൽ പ്രദേശിലെ സംസ്ഥാന സർക്കാരും നിഷേധിച്ചു, അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇന്ത്യക്കുള്ളിലേക്ക് അവർ കടന്നു കയറിയിട്ടില്ല, അതിർത്തി പ്രദേശത്താണ് ഇത് നടക്കുന്നതെന്ന് അരുണാചൽ പ്രദേശ് സർക്കാരും പറഞ്ഞു. ഇനി അതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി മിണ്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ നേരത്തെ ഉണ്ടായപ്പോൾ ഇതുപോലെ നിഷേധക്കുറിപ്പുകളൊക്കെ വന്നിട്ടും സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടും രാഹുൽ ഗാന്ധി ഈ വിഷയം വിട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അംഗീകരിച്ചിട്ട് പോലും ബാലാക്കോട്ട് ആക്രമണത്തിന് തെളിവ് ചോദിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി. അതുപോലെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടക്കുമ്പോഴും തെളിവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഗുരുതരമായ ആരോപണം വന്നിട്ടും മിണ്ടാതിരിക്കുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള മറുപടി നമുക്ക് അവസാനം പറയാം. പക്ഷേ അതിനു മുമ്പ് എന്താണ് ഈ പ്രശ്നം എന്നും എന്താണ് ഭാരതം ചെയ്യുന്നതെന്നും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഈ പ്രശ്നം? നേരത്തെ പറഞ്ഞ പോലെ അപ്പർ സുബാൻസിരി ജില്ലയിലെ താക്സിംഗ് പ്രദേശത്ത് ചൈന ഒരു ഗ്രാമം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആരോപണം അല്ലെങ്കിൽ പരാതി. യഥാർത്ഥത്തിൽ അത് ഗ്രാമമല്ല, സാറ്റലൈറ്റ് പടങ്ങളിൽ കാണുന്നത് പോലെ അതൊരു ടൗൺഷിപ്പാണ്, ചെറിയ ഗ്രാമമൊന്നുമല്ല. എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ ബാസ്ക്കറ്റ് ബോൾ കോർട്ടും വലിയ ഹൗസിംഗ് കോംപ്ലക്സുകളും ഒക്കെയുള്ള ഗ്രാമങ്ങളാണ് ചൈന അവിടെ ഉണ്ടാക്കുന്നത്. ഇത് അതിർത്തിയുടെ ചേർന്നുള്ള പ്രദേശമാണ്. ഇനി രണ്ടാമത്, ഇത് യഥാർത്ഥത്തിൽ ഭാരതത്തിനകത്ത് കടന്നു കയറിയാണോ ചൈന ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ആണെന്നും പറയാം, അല്ലെന്നും പറയാം. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെയെന്ന് കരുതുന്ന EMSൻ്റെ നമ്മുടെ പഴയ വാചകം കടമെടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റേത് എന്ന് അവകാശപ്പെടുന്ന പ്രദേശത്താണ് ഈ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഭാരതത്തിൻ്റെ കയ്യിലാണോ? അല്ലതാനും. അതായത് 1959 62 യുദ്ധം മാത്രമേ നമുക്കെല്ലാവർക്കും അറിയുള്ളൂ. 59 ഭാരതവും ചൈനയും തമ്മിൽ ഒരു ക്ലാഷ് നടന്നിരുന്നു. ആ സമയം മുതൽ ചൈനയുടെ കയ്യിലുള്ള പ്രദേശത്താണ് ചൈന ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നിലയിൽ ഭാരതത്തിനുള്ളിലല്ല എന്നർത്ഥം. ചൈനയുടേതാണ് എന്നവർ പറയുന്ന അതേ പ്രദേശം നമ്മളുടേതാണെന്ന് പറയുന്നുണ്ട്. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിങ് നടത്താറുണ്ട്. പക്ഷേ
ഇതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇത് മാത്രമല്ല പറയുന്നത്. ചൈന പറയുന്നത് പൂർണ്ണമായിട്ടുള്ള അരുണാചൽ പ്രദേശ് തന്നെ അത് സൗത്ത് ടിബറ്റ് എന്നാണ് അവർ പറയുന്നത്, അത് ദക്ഷിണ ടിബറ്റ് എന്നാണ് അവർ പറയുന്നത്. അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം തന്നെ അതിലെ 83,000 സ്ക്വയർ കിലോമീറ്റർ തന്നെ ചൈനയുടെ ഭാഗമാണ് എന്നാണ്. അതായത് ടിബറ്റ് ഞങ്ങൾ അധിനിവേശം നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന സാമ്രാജ്യത്വ ശക്തിയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ട് അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. നമ്മൾ ഈ പറയുന്ന മക്മോഹൻ ലൈൻ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങൾ മുഴുവൻ നമ്മുടേതാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തൊരു തർക്കമുണ്ട്, ക്ലാരിറ്റി ഇതുവരെ ഇല്ല. പക്ഷേ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ ചൈന ഇപ്പോൾ നടത്തുന്ന എല്ലാ കൺസ്ട്രക്ഷൻസിൻ്റെയും നിയന്ത്രണം ആ മേഖല ചൈനീസ് നിയന്ത്രണത്തിലാണ് ദശാബ്ദങ്ങളായി. 1959 മുതൽ ഈ പറയുന്ന താക്സിംഗ് മേഖലയിലെ ഈ സ്ഥലങ്ങളെല്ലാം ചൈനയുടെ കയ്യിലാണ്. എന്നുവെച്ച് നമ്മുടെ ഗ്രാമീണർ അങ്ങോട്ട് പോകുന്നില്ല എന്നല്ല, ആടുമാടുകളെ മേയ്ക്കാനൊക്കെ അങ്ങോട്ട് പോകും, അവർ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു ഓപ്പൺ മേഖലയാണത്. കാരണം വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ അവിടെ പോയിട്ടുള്ള സുബൻസിരി ജില്ലയിലെ ഈ അതിർത്തി പ്രദേശങ്ങൾ പോയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ഇരുകൂട്ടരും പെട്രോളിംഗ് നടത്തുന്നു. ഏകദേശം എവിടെയാണ് നിയന്ത്രണം ഉള്ളത് എന്ന് സംബന്ധിച്ച ഒരു ധാരണയൊക്കെ ഉണ്ട്. ചൈനയാണ് പലപ്പോഴും ആ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നത്. അതാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഗാൾവാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പിന്നീട് ഈ യുദ്ധങ്ങൾക്കൊക്കെ ശേഷം കണ്ടതും. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ സമാധാനപരമായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ചൈന വീണ്ടും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ അതിർത്തിക്ക് നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടപ്പുറത്ത് ചൈന ഈ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമത് പറയേണ്ടത് എന്തുകൊണ്ടാണ് ചൈന ഇത്തരം ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിന് വളരെ കൃത്യമായ 2 പ്രധാന കാരണങ്ങളുണ്ട്. ചൈന ഈ ഗ്രാമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ അതിർത്തി പ്രദേശത്താണ്. അവിടെയെല്ലാം റോഡ് വികസിപ്പിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. അതായത് നമ്മളുടെ അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ റോഡ് നെറ്റ്വർക്ക് ചൈന വളരെ ഗംഭീരമായി ചെയ്തു വച്ചിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ദശാബ്ദങ്ങളായി ചൈന ഇത് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഭാഗത്തു നിന്ന് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടി അതിർത്തി പ്രദേശത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ വിശാലമായ റോഡുകളും ആ റോഡിലൂടെ ഓടുന്ന വലിയ വണ്ടികളുമൊക്കെയാണ് ചൈനീസ് ഭാഗത്ത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി പ്രദേശത്ത് റോഡുകളും റോഡ് നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുക്കുക, അതുപോലെ ഹെലിപ്പാഡ് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രൂപ്സിന് അവിടെ എത്തുക എന്നുള്ളത് അവരുടെ പ്രാധാന്യമുള്ള കാര്യമാണ്, അവരുടെ പ്രയോറിറ്റിയാണത്. നമുക്കില്ലാതെ പോയതും അതേ പ്രയോറിറ്റിയാണ്. നമ്മൾ പറഞ്ഞത് അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ വികസനം നടത്തില്ല എന്നുള്ളതാണ്. അതായിരുന്നു 2014 മുമ്പുള്ള നമ്മളുടെ ആത്മഹത്യാപരമായ പോളിസി. ആ പോളിസി അനുസരിച്ച് നമ്മൾ അതിർത്തി പ്രദേശങ്ങൾ വികസിപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ശത്രു ഇങ്ങോട്ട് വരില്ല എന്നുള്ള അബദ്ധജടിലമായ ധാരണയായിരുന്നു നമ്മളുടെ ഭരണകൂടത്തിനുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമല്ല എന്ന് 1962 തന്നെ ചൈന തെളിയിച്ചതാണ്. ആ ചൈന ഇങ്ങോട്ടുണ്ടാക്കിയ റോഡുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, യാതൊരു മെയിൻ്റനൻസും കാര്യമായിട്ടില്ലാതെ. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി അതിർത്തി പ്രദേശത്ത് വേറെ ഒന്നും ചെയ്യണ്ട. കാരണം ചൈനക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ കല്ലും മുള്ളും ഒക്കെ തട്ടി ചിലപ്പം മടുത്ത് തിരിച്ചു പോയാലോ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ AK ആൻ്റണിയെ പോലെയുള്ള പഴയ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ചിന്തിച്ചിരുന്നത്. എന്തായാലും അവരൊക്കെയാണ് ഇത് പറഞ്ഞത്, നമ്മളുടെ ഒരു പോളിസി ഇതാണെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ആ പോളിസിയൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ചൈന ഇത് ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, റോഡ് നെറ്റ്വർക്ക് അതിർത്തി പ്രദേശങ്ങളിൽ വികസിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് അതിലും പ്രധാനമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിർത്തി എന്തായാലും അത്ര വ്യക്തമല്ല ഈ പ്രദേശങ്ങളിൽ. നമ്മളുടെ അവകാശവാദങ്ങളുണ്ട്, അവരുടെ അവകാശവാദങ്ങളുണ്ട്. ഇത് അധികകാലം ഇങ്ങനെ പോയില്ല എന്ന് ചൈനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രതിരോധം മാത്രമല്ല എല്ലാ മേഖലകളിലും ഭാരതം ഒരു വൻ ശക്തിയായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ അതിർത്തി പ്രദേശം അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ചൈനയ്ക്ക് ഭാരതവുമായി മുഖാമുഖം ഇരിക്കേണ്ടി വരുമെന്ന് കൃത്യമായ ധാരണ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു ക്ലെയിം
അവരുടെ ഒരു കൃത്യമായ അവകാശവാദം ഊട്ടിയുറപ്പിക്കാൻ ഈ ഗ്രാമങ്ങൾ വേണം അവിടെ, അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പുകൾ വേണം. ഇതെല്ലാം ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങളുടെ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ആൾക്കാരവിടെ ജീവിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ, അതായത് ഞങ്ങളുടെ ഒരു കൃത്യമായ ഒരു സാന്നിധ്യമുള്ള പ്രദേശം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ പറ്റുക എന്ന് ഭാരതത്തോട് ചോദിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് ഈ അതിർത്തി പ്രദേശത്ത് ഈ റോഡ് നെറ്റ്വർക്കും ഈ റോഡ് നെറ്റ്വർക്കിനോട് ചേർന്ന് ഈ ഗ്രാമങ്ങളും യഥാർത്ഥത്തിൽ ചൈന ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ നഷ്ടമാണ് ചൈന വരുത്തുന്നത് എന്നൊരു ധാരണയും പല നിരീക്ഷകരും പങ്കുവെക്കുന്നുണ്ട്. കാരണം വലിയ പണം വേണം ഇങ്ങനെ ഗ്രാമങ്ങൾ ഉണ്ടാക്കാൻ. ഇങ്ങനെ 10-400 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലൊന്നും താമസിക്കാൻ ആളില്ല എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ, ഒരു ബ്രിഡ്ജൊക്കെ ഒരു ബോംബ് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമം പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. അല്ലെങ്കിൽ ഏതെങ്കിലും മലയിടിച്ചിൽ ഈ ഒരു ബ്രിഡ്ജ് പോയി കഴിഞ്ഞാൽ ആ ഗ്രാമം പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. അവിടെയൊക്കെ ജീവിക്കാനും അവിടെ സപ്ലൈ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ ആഹാരം വേണം, പണി വേണം. അപ്പോൾ ഇവിടെ ഒന്നും എപ്പോഴും ഈ എയർ ഡ്രോപ്പ് ഒന്നും നടക്കില്ല. എന്നിട്ടും ചൈന ഇങ്ങനെ ഉണ്ടാക്കിയിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു അതിർത്തി തർക്കമുണ്ടാകുമ്പോൾ ചൈനയ്ക്ക് പറയണം ഇതെല്ലാം ഞങ്ങളുടെ ഏരിയയാണ്, അതുകൊണ്ടാണ് ചൈന ഇത് ഉണ്ടാക്കിയിടുന്നത്. അങ്ങനെയുള്ള ഒരു ധാരണയോ ചിന്തയോ നമ്മുടെ ആൾക്കാർക്കാർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു ദുഃഖസത്യം. അതുകൊണ്ടാണല്ലോ ചൈനയുടെ കയ്യിൽ നിന്ന് 1950-കൾ മുതൽ നമ്മളിങ്ങനെയുള്ള പ്രകോപനപരമായ നിലപാടുകൾ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാസ്തവം. ചൈന ഇങ്ങനെ ചെയ്യുന്നു, ചൈന ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു, റോഡ് ഉണ്ടാക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന താക്സിംഗ് മേഖലയിലെ കടന്നുകയറ്റം യഥാർത്ഥത്തിൽ ഭാരതത്തിനുള്ളിലല്ല, പക്ഷേ സാങ്കേതികമായി ഭാരതം അവകാശപ്പെടുന്ന സ്ഥലത്താണ്. പക്ഷേ 1959 മുതൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലവുമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇതുപോലെ കൃത്യമായ ബോധ്യമുള്ള വിഷയങ്ങളിൽ പോലും രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും രാഹുലും കോൺഗ്രസും ഈ വിഷയത്തിൽ മിണ്ടാത്തത്? അതിന് കാരണം ഒരു റിപ്പോർട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഇൻ്റലിജൻസ് പ്രതിരോധ സംവിധാനങ്ങൾ ചേർന്ന് 1950 മുതൽ ഭാരതം ചൈനയുമായി ബന്ധപ്പെട്ട് കാട്ടിക്കൂട്ടിയ എല്ലാ വിഡ്ഢിത്തങ്ങളുടെയും എല്ലാ സ്ട്രാറ്റജിക് എറേഴ്സിൻ്റെയും ബ്ലണ്ടേഴ്സിൻ്റെയും, യഥാർത്ഥത്തിൽ 1962 യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട രീതി അങ്ങനെ ഒരു ഹിമാലയൻ വിഡ്ഢിത്തമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹിമാലയൻ വിഡ്ഢിത്തം എന്നുള്ള ഒരു യൂസേജ്, അത്തരം ഒരു ഉപയോഗം തന്നെ, അത്തരം ഒരു വാക്കിൻ്റെ ഉപയോഗം തന്നെ വന്നത് ഈ ചൈനീസ് വാറിൽ നിന്നാണ്, 1962. അപ്പോൾ അന്നു മുതൽ ചൈനയുടെ അതിർത്തി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സർക്കാരുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരുകൾ വലിയ അബദ്ധം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇന്നിപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. ആ കമ്പൈൽ ചെയ്ത ഡീറ്റെയിൽസിൽ ഇതിനപ്പുറമുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ചില അവിഹിത ഏർപ്പാടുകളുടെയും കൃത്യമായ വിവരങ്ങളും കൃത്യമായ ഡീറ്റെയിൽസും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ആരെങ്കിലും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും പറഞ്ഞിട്ടുണ്ടാവും ആവശ്യമില്ലാതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ ഈ സാധനമെല്ലാം വലിച്ചു പുറത്തിടുമെന്ന്. കാരണം എല്ലാവരും ഇതുവരെ വിചാരിച്ചു കൊണ്ടിരുന്നത് നമ്മൾക്ക് 1962 ചൈനയിൽ നിന്ന് ഒരു വലിയ അടിയേറ്റതെന്നാണ്. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചൈനക്കാരൻ നമ്മളെ ചതിച്ചു. നെഹ്റു അങ്ങോട്ട് കൊടുത്ത വിശ്വാസം ചൈന ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചില്ല. ചൈനീസ് പട്ടാളക്കാർ അപ്രതീക്ഷിതമായി ഇപ്പുറത്തേക്ക് കടന്നു വന്നു. നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പോലും അവസരം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തകർന്നു പോയി എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കോൺഗ്രസ്സിന് ഒരിക്കലും, അല്ലെങ്കിൽ നെഹ്റുവിന് ഒരിക്കലും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തെറ്റുപറ്റാത്ത മഹാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയില്ല. യഥാർത്ഥത്തിൽ ചൈനക്കാരൻ ചതിച്ചതാണ്. പക്ഷേ സത്യം അതല്ല. യഥാർത്ഥത്തിൽ 1950-കൾ മുതൽ ചൈനയുടെ ഈ പ്രകോപനപരമായ നിലപാടുകൾ അവരുടെ ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാരതത്തിന് നേരെ ഉണ്ടായിരുന്നു. 1959 ഈ ദലൈലാമ ഇപ്പുറത്തോട്ട് വരികയും നമ്മൾ ദലൈലാമയ്ക്ക് സ്വീകരണം കൊടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭയം കൊടുത്ത് അദ്ദേഹത്തെ ധർമ്മശാലയിൽ എത്തിക്കുകയും ചെയ്തതോടുകൂടി ചൈനയുടെ പ്രതികാര ബുദ്ധി ഉണർന്നു. ലോങ്ഡു മേഖലയിലും കൊങ്ക പാസിലും, അതായത് ഒന്ന് ലഡാക്ക് മേഖലയിൽ, മറ്റൊന്ന് ഈസ്റ്റേൺ മേഖലയിൽ, ഈ കിഴക്കൻ ഭാഗത്ത്, ഈ രണ്ട് ഭാഗത്തും ചൈന ആക്രമണം അഴിച്ചു വിടുകയും ചെയ്തു. ആ ആക്രമണത്തിലും ഭാരതത്തിന് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. കാരണം നമ്മളുടെ ഡിഫൻസ് സംവിധാനം ഈ സെക്ടറുകളിൽ
വളരെ പുവറായിരുന്നു. അത് മെച്ചപ്പെടുത്താൻ അന്നും പിന്നൊന്നും ചെയ്തിട്ടില്ല. 2014 വരെ, യഥാർത്ഥത്തിൽ 2016 ഭാരതം ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഒരു നടപടികൾ എടുത്തു തുടങ്ങിയത്. അതുവരെ കാര്യമായിട്ട് ചൈനയെ പ്രതിരോധിക്കാൻ നമ്മളൊന്നും ചെയ്തിരുന്നില്ല. ആ മേഖലയിൽ വർക്ക് ചെയ്ത ആളെന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഞങ്ങളുടെ അനുഭവങ്ങൾ, ഇതിനൊക്കെ മുമ്പുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം പിന്നീടാണ് വന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും ഈ വിഷയം എടുത്തിട്ടാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും ഈ വിഷയം എടുത്തിട്ടാൽ, തിരിച്ച് അവർക്ക് തന്നെ അടി കിട്ടുന്ന സകല ഡീറ്റെയിൽസും കമ്പൈൽ ചെയ്ത് കേന്ദ്ര സർക്കാർ വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ചൈനീസ് പോളിസിയുടെ അടിസ്ഥാനമാകേണ്ട ഡോക്യുമെൻ്റാണ്. പക്ഷേ ആ ഡോക്യുമെൻറ്റിൽ വളരെ നിർണായകമായ, കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ചില പരാമർശങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പുതിയ കടന്നുകയറ്റം എന്നുള്ള കഥയ്ക്ക് എതിരെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ ഒരക്ഷരം മിണ്ടാത്തത്. മറ്റേത് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ചൈനയുമായി ബന്ധപ്പെട്ട് ചാടി ഇറങ്ങുന്നവർ ഇപ്രാവശ്യം മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ചൈന ഇങ്ങനെ കടന്നു കയറുന്നു, ചൈന റോഡ് ഉണ്ടാക്കുന്നു, ചൈന വില്ലേജസ് ഉണ്ടാക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ 2016 മുതൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ചൈന ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യണമെന്നില്ല. ചൈന ഇന്ന ആയുധം മേടിക്കുന്നു, ഉടനെ നമ്മൾ അതനുസരിച്ച് മേടിക്കുന്നു. ചൈന അവിടെ റോഡ് ഉണ്ടാക്കുന്നു, നമ്മൾ ഇപ്പുറത്ത് റോഡ് ഉണ്ടാക്കുന്നു. ചൈന ഗ്രാമം ഉണ്ടാക്കുന്നു, ഉടനെ ഇവിടെയും ഗ്രാമം ഉണ്ടാകും. അങ്ങനെയല്ല കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും, ആയുധങ്ങൾ അവിടെ എത്തിക്കുന്ന കാര്യത്തിലായാലും, റോഡ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലായാലും, ഹെലിപ്പാഡുകൾ ഉൾപ്പെടെ എയർ സ്ട്രിപ്പുകളുടെ കാര്യത്തിലായാലും നമ്മൾ വളരെ വിശദമായ പഠനങ്ങൾ നടത്തി അതനുസരിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത്, അത് അതിർത്തി പ്രദേശമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകളൊന്നും ഞാനായിട്ട് അത് പറയണ്ട. പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആ രീതിയിൽ ചൈനയെ പ്രതിരോധിക്കാൻ നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ചൈനയെ പ്രതിരോധിക്കുക മാത്രമല്ല, ഇനി ഒരു ചൈനീസ് ആക്രമണം ഉണ്ടായാൽ 62 പോലെയോ അല്ലെങ്കിൽ 59 പോലെയോ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ മറ്റ് ചെറു ഏറ്റുമുട്ടലുകൾ പോലെയോ ചൈനയ്ക്ക് ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമായില്ല എന്നുള്ള ബോധ്യം നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷത്തിനും ഇല്ലെങ്കിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരും വളരെ സൂക്ഷിച്ച് മാത്രം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു മൗനത്തിൻ്റെ പിന്നിലെ ഒരു കഥ പറയുകയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചൈനയുടെ ഈ കടന്നുകയറ്റം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ചൈനയുടെ ഈ പ്രകോപനം ഉണ്ടാക്കുന്ന നടപടികൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രഷറാണ്. ആ പ്രഷർ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഭാരതം മുമ്പോട്ട് പോകുന്നതും. നമസ്കാരം.